السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله. ذلكم وصاكم به لعلكم تتقون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിന് വേണ്ടി പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളെ ശുദ്ധീകരിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാം നേരായ മതമാണ്. വക്രതകളില്ലാത്ത, വളവും തിരിവുമില്ലാത്ത, ഏത് കാലഘട്ടത്തിലെയും മനുഷ്യർക്ക് അനുഷ്ഠിക്കുവാൻ തടസ്സമില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന മതമാണ് അല്ലാഹുവിന്റെ ദീനുൽ ഇസ്ലാം. ഒരിക്കലും മനുഷ്യർക്ക് കഴിയാത്ത ഒന്നുകൊണ്ടവൻ കൽപ്പിക്കുന്നതല്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരാളോടും അതിന്റെ കഴിവിൽപ്പെട്ടതല്ലാതെ അല്ലാഹു നിർബന്ധിക്കുകയില്ല. അല്ലാഹുവിന്റെ ദീൻ അത് നേരായ റൂട്ടിലൂടെ യാതൊരു രൂപത്തിലുള്ള പ്രയാസപ്പെടുത്തലുകളുമില്ലാതെ മുന്നോട്ട് പോകാൻ സൗകര്യമുള്ള മതമാണ്. സഹാബത്ത് പറയുന്നുണ്ട്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൊത്ത് ഞങ്ങൾ ഇരിക്കുന്ന വേളയിൽ അവിടുന്ന് ഭൂമിയിൽ ഒരു നേരായ വര വരച്ചു. വഖത്ത ഖത്തൈനി അൻ യമീനിഹി വഖത്ത ഖത്തൈനി അൻ യസാരിഹി. ഒരു നേർവര ഭൂമിയിൽ വരച്ചതിന്റെ ശേഷം വലതുഭാഗത്തേക്ക് ഒന്ന് രണ്ട് വരകൾ, ഇടതുഭാഗത്തേക്ക് ഒന്ന് രണ്ട് വരകൾ വരച്ച് കാണിച്ചിട്ട് സുമ്മ വളഅ യദഹു ഫിൽ ഖത്തിൽ ഔസത്. മധ്യഭാഗത്ത് വരച്ചിട്ടുള്ള ആ നേർവരയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഹാദാ സബീലുല്ലാഹ്. ഇതാണ് അല്ലാഹുവിന്റെ മാർഗം, ഇതാണ് ഇസ്ലാം, ഇതാണ് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള വഴി, ഇതാണ്.
എന്നിട്ട് സുമ്മ തലാ ഹാദിഹിൽ ആയ, സൂറത്തുൽ അൻആമിലെ 153-ാമത്തെ വചനം സൂക്തം അവിടുന്ന് ഓതുകയും ചെയ്തു. ഏതാണത്? وَأَنَّ هَذَا صِرَاطِي مُسْتَقِيمًا فَاتَّبِعُوهُ وَلَا تَتَّبِعُوا السُّبُلَ فَتَفَرَّقَ بِكُمْ عَنْ سَبِيلِهِ ذَلِكُمْ وَصَّاكُمْ بِهِ لَعَلَّكُمْ تَتَّقُونَ. وَأَنَّ هَذَا صِرَاطِي مُسْتَقِيمًا, ഇതാണ് എന്റെ നേരായ റൂട്ട്. ആ നേർരേഖ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ്, ഇതാണ് എന്റെ നേരായ പാത. ഫത്തബിഊഹു, നിങ്ങൾ അതിനെ മാത്രം പിൻപറ്റണം. നേർവഴിയിൽ മാത്രം നിങ്ങൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കണം. വലാ തത്തബിഉസ് സുബുൽ, ആ നേർരേഖയിൽ നിന്ന് തെറ്റി അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ കുറെ രേഖകളും വഴികളും ഒക്കെ കാണും. അവിടേക്കൊന്നും പോകരുത്, അതിനെയൊന്നും പിൻപറ്റിക്കളയരുത്. അങ്ങനെ പിൻപറ്റിയാലുള്ള ദോഷം എന്താണ്? ഫതഫറഖ ബികും അൻ സബീലിഹി, അല്ലാഹുവിന്റെ നേരായ മാർഗത്തിൽ നിന്ന് നിങ്ങളെ അത് തെറ്റിച്ചു കളയും. നേർരേഖ വിട്ട് മറ്റ് രേഖകളുടെ പിന്നാലെ പോയാൽ നിങ്ങൾ പിഴക്കും, നിങ്ങൾ ഭിന്നിക്കും, നിങ്ങൾ തെറ്റിപ്പോകും. എന്നിട്ട് അല്ലാഹു പറയുന്നു, ദാലികും വസ്വാകും ബിഹി, ഈ കാര്യം നിങ്ങളോട് ഗൗരവത്തോടുകൂടെ ഉപദേശിക്കുന്നത് എന്തിനാണ്? ലഅല്ലകും തത്തഖൂൻ, വളരെ സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോകാൻ. സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നേർരേഖയിൽ നിന്ന് അപ്പുറവും ഇപ്പുറവുമുള്ള വഴികളിലേക്ക് ക്ഷണിക്കുന്നവന്റെ പിന്നാലെ പോയി കുടുങ്ങും. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി നേർരേഖയിൽ നിന്ന് തെറ്റാതെ യഥാർത്ഥമായ പാതയിലൂടെ മുന്നോട്ട് പോകണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി തന്നെ പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. സഹോദരന്മാരെ, ഇതിൽ നിന്ന് വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിനെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുകയാണ്. ഇസ്ലാമിന്റെ ഏതേത് നിയമങ്ങൾ എടുത്തു നോക്കിയാലും അതിന്റെ റൂട്ട് വളരെ ക്ലിയറാണ്. വക്രതകളില്ല, വളവ് തിരിവുകളില്ല, മോശത്തരങ്ങളില്ല, പ്രയാസങ്ങളില്ല, ബുദ്ധിമുട്ടിക്കളികളില്ല. നേരായ മാർഗം, നേരായ റൂട്ടിലൂടെ പോകുന്നവർക്ക് സമാധാനം. നേർവഴി വിട്ടുകൊണ്ട് വിവിധ മാർഗങ്ങളിലേക്ക് പോകുന്നവൻ അധപ്പതിക്കും, പഴച്ചുപോകും. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിന്റെ ഏത് നിയമങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഒരു മധ്യമമായ നിലപാടാണ്. തീവ്രതയില്ല, എന്നാൽ ജീർണതയും ഇല്ല. ഇസ്ലാം എന്ന് പറയുന്നത് തീവ്രതക്കും ജീർണതക്കും മധ്യയാണ് നിലകൊള്ളുന്നത്. നിങ്ങൾ നോക്കൂ, ലോകാടിസ്ഥാനത്തിൽ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ദൈവവിശ്വാസത്തിന്റെ കാര്യം തന്നെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. ലോകത്ത് ഒരു വിഭാഗം ആളുകൾ, കുറെ ആളുകൾ കണ്ടതിനെയൊക്കെ പൂജിക്കും, കാണുന്നതിനെയൊക്കെ ആരാധിക്കും. അതേത് വസ്തുവായാലും വേണ്ടില്ല, ചരാചരങ്ങൾ, കല്ലോ കരടോ കാഞ്ഞിരക്കുട്ടിയോ മുള്ളോ മുരടോ മൂർഖൻ പാമ്പോ, ഏതിനെയും അവർ ആരാധിക്കും, പൂജിക്കും. മനുഷ്യന്റെ ലൈംഗികാവയവങ്ങളെ വരെ പൂജിക്കുന്ന നാട്ടിലെ പ്രതിനിധികളാണ് നമ്മൾ. ഇന്ത്യ രാജ്യത്ത് നിന്ന് വന്നവരാണ് നമ്മൾ. ഇങ്ങനെ എന്തിനേയും ആരാധിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, എന്തിനേയും ദൈവമായി കാണുന്ന ഒരു വിഭാഗം ആളുകൾ, പൂജാവസ്തുവായി കാണുന്ന ആളുകൾ. അതേ അവസരത്തിൽ വേറൊരു കൂട്ടം ആളുകൾ എന്ത് ചെയ്യുന്നു? ഒന്നും ഇവിടെ ദൈവമായിട്ട് അംഗീകരിക്കേണ്ടതില്ല. ഈ ലോകം ഉണ്ടായത് വെറുതെ സ്വയംഭൂവാണ്, വെറുതെ ഉണ്ടായതാണ്. ഇതിന്റെ പിന്നിൽ ഒരു ശക്തിയൊന്നുമില്ല, ഇതിന്റെ പിന്നിൽ ആരും നിയന്ത്രിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ നിലക്കും അതിനെ നിഷേധിച്ചുകൊണ്ട് നിരീശ്വര നിർമ്മത വാദങ്ങളിലേക്ക് ചേക്കേറിയിട്ടുള്ള ഒരു ന്യൂനപക്ഷം ആളുകളെങ്കിലും ലോകത്ത് കാണുന്നു. ഇസ്ലാം ഇത് രണ്ടിനെയും അംഗീകരിക്കുന്നില്ല. രണ്ടിന്റെയും ഇടക്കുള്ള നിയമം, സൃഷ്ടിലോകത്ത് കാണുന്ന മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിച്ചത് ഒരൊറ്റ സൃഷ്ടാവാണ്, ആ പ്രപഞ്ചത്തിന്റെ നാഥൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, കാണുന്നതെന്തും ഇലാഹല്ല. ഇലാഹി ഇല്ലേ ഇല്ല എന്ന വാദവും ശരിയല്ല, മറിച്ച് അല്ലാഹു അവൻ മാത്രമാണ് ഇലാഹ്. അവൻ ആരാണ്? ലോകത്തുള്ള എല്ലാ ശക്തികൾക്കും വ്യക്തികൾക്കും അംഗീകരിക്കാവുന്ന തത്വം പറഞ്ഞുകൊണ്ട് റബ്ബ് പറയുന്നു, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങളെ പടച്ചവൻ, നിങ്ങളുടെ മുമ്പുള്ളവരെ പടച്ചവൻ, ആകാശഭൂമികളെ പടച്ചവൻ, ഉപരിഭാഗത്ത് നിന്ന് വെള്ളം ഇറക്കി തന്നുകൊണ്ട് നിങ്ങൾക്ക് അന്നം നൽകുന്നവൻ. ഇതിൽ ആർക്കെങ്കിലും വല്ല പങ്കും കഴിവുണ്ടോ? ഇല്ല. അത് സർവ്വലോക പരിപാലകനായ നാഥൻ, അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്ലാമിന്റെ നിയമം തീവ്രതക്കും ജീർണതക്കും മധ്യേയുള്ള ആ നിലപാടാണ്. അതുപോലെ തന്നെ മഹാന്മാരായ പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് സന്മാർഗത്തിന്റെ ദർശനങ്ങൾ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി അള്ളാഹുവിങ്കൽ നിന്ന് നിയുക്തരായ മഹാന്മാരായ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരെ സംബന്ധിച്ചുള്ള ഇസ്ലാമിന്റെ വീക്ഷണവും കൃത്യമാണ്. ചിലർ പ്രവാചകന്മാരെ നിഷേധിച്ച് കൊന്നുകളഞ്ഞു.
ജൂതന്മാർ, യഹൂദികൾ ഒരുപാട് പ്രവാചകന്മാരെ അന്യായമായി കൊന്നുകളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മഹാന്മാരായ പല പ്രവാചകന്മാരെ സംബന്ധിച്ചും അവർ ദുരാരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജാരസന്താനമാണെന്ന് പറഞ്ഞവരാണവർ. അതേ അവസരത്തിൽ വേറൊരു കൂട്ടം ആളുകൾ പ്രവാചകന്മാരെ എന്തു ചെയ്യുന്നു? വാനോളം പുകഴ്ത്തി, ദൈവതുല്യം അവരെ കണ്ട്, സർവലോക പരിപാലകനായ പ്രപഞ്ചത്തിന്റെ നാഥന്റെ കഴിവുകൾ അവർക്ക് ആരോപിച്ച്, അവരെ എല്ലാ അർത്ഥത്തിലും ദൈവങ്ങളായി കണ്ട്, ദൈവപുത്രനായി കണ്ട്, അവരെ വിളിച്ചു പ്രാർത്ഥിച്ച് പൂജിച്ച്, അവർക്ക് ആരാധനകളും നേർച്ച വഴിപാടുകളും നടത്തിക്കൊണ്ട് അതപ്പതിച്ചുപോയ വേറൊരു വിഭാഗം ആളുകൾ. ഈ രണ്ടിന്റെയും ഇടയിൽ ഇസ്ലാം നിലകൊള്ളുന്നു. ഇസ്ലാം പറയുന്നു, പ്രവാചകന്മാർ അവരെ നിഷേധിക്കരുത്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ ആർക്കിടയിലും ഞങ്ങളൊരു വ്യത്യാസവും കൽപ്പിക്കുന്നില്ല. എല്ലാവരും ഞങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് ഈ ലോകത്തേക്ക് സന്മാർഗം പഠിപ്പിക്കാൻ വേണ്ടി അയക്കപ്പെട്ടിട്ടുള്ള ദൂതന്മാരാണ്. ഞങ്ങൾ എല്ലാവരെയും അംഗീകരിക്കുന്നു. ഞങ്ങൾ അവർക്കിടയിൽ ഒരു വ്യത്യാസവും കാണുന്നില്ല. മുസ്ലിമീങ്ങളുടെ നയം അതാണ്. എന്നാൽ ആ പ്രവാചകന്മാരെ അവർ പൂജിക്കുമോ? അവരെ വിളിച്ചു പ്രാർത്ഥിക്കുമോ? അവരെ ആരാധിക്കുമോ? ഇല്ല. പ്രവാചകന്മാരെ നിഷേധിക്കുമോ? ചീത്ത പറയുമോ? ദുരാരോപണം പറയുമോ? കൊന്നുകളയുമോ? ഇല്ല. രണ്ടിന്റെയും ഇടക്കുള്ള കൃത്യമായ മാർഗരേഖ ഇസ്ലാം പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. ഇങ്ങനെ സഹോദരന്മാരെ, ഇസ്ലാമിന്റെ ഏതേത് നിയമങ്ങൾ, ഇസ്ലാമിന്റെ കർമ്മരംഗത്തുള്ള നിയമങ്ങൾ, സ്വഭാവ മേഖലയിലെ നിയമങ്ങൾ, ഇടപാടുകളിലൂടെ, പെരുമാറ്റങ്ങളിലൂടെ എല്ലാം ഇസ്ലാമിന് വളരെ കണിശവും കൃത്യവുമായ ഒരു നേർമാർഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുദ്ദീനി ഇലല്ലാഹ് അൽ ഹനീഫിയ്യത്തുസ് സംഹ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള മതം എന്ന് പറയുന്നത് ഒരു വക്രതയുമില്ലാത്ത ലളിതമായ മതമാണ്, അനുഷ്ഠാനമാണ്. ഈ ഉമ്മത്തിന് അല്ലാഹു തആല കൊടുത്ത സർട്ടിഫിക്കറ്റ് തന്നെ വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതാ. തീർച്ചയായും അല്ലാഹു തആല പറയാണ്, നിങ്ങളെ അപ്രകാരം അവൻ നിശ്ചയിച്ചിരിക്കുന്നു. ഉമ്മത്തൻ വസതൻ, ഒരു മധ്യമ സമുദായമാണ് നിങ്ങൾ. തീവ്രതയില്ല, ജീർണതയില്ല, രണ്ടിന്റെയും ഇടക്കുള്ള ഒരു മധ്യമ സമുദായമായിട്ടാണ് നിങ്ങളെ നാം ആക്കിയിരിക്കുന്നത് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. ഇസ്ലാമിന്റെ നിയമങ്ങൾ പറയുമ്പോ ജനങ്ങളെ കഷ്ടപ്പെടുത്തരുത്. ഇസ്ലാമിന്റെ നിയമങ്ങളിൽ ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ എളുപ്പമാണ്. നിങ്ങൾ എളുപ്പമാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, അവൻ നിങ്ങൾക്ക് ഞെരുക്കം ഉദ്ദേശിക്കുന്നില്ല. ഇസ്ലാമിന്റെ നിയമങ്ങൾ കൊണ്ട് നിങ്ങളെ കഷ്ടപ്പെടുത്തി ബുദ്ധിമുട്ടിച്ച് നിങ്ങളെ ആകെ കൂടി പ്രയാസപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. അവൻ നിശ്ചയിച്ച നിയമങ്ങൾ ഓരോന്നും എളുപ്പമാണ്, പ്രയാസമില്ല. ഇന്നദ്ദീന യുസ്റുൻ, ഈ ദീൻ എളുപ്പമാണ്. അല്ലാഹുവിന്റെ മതം അനുഷ്ഠിക്കുവാൻ എളുപ്പമാണ്. ഇസ്ലാമിക പ്രബോധനത്തിന് പറഞ്ഞയച്ച മഹാന്മാരായ പ്രബോധകന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് കൊടുത്തു, അവരെ ഉപദേശിച്ചു. ഇവരുടെ രാജ്യങ്ങളിലേക്ക് അവർ ദഅവത്തിന് ഇറങ്ങുമ്പോൾ പറഞ്ഞു, യസ്സിറു വലാ തുഅസ്സിറു വബശ്ശിറു വലാ തുനഫിറു. നിങ്ങൾ ജനങ്ങൾക്ക് എളുപ്പമാക്കി കൊടുക്കണം, നിങ്ങൾ അവർക്ക് പ്രയാസപ്പെടുത്തരുത്, നിങ്ങൾ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം, നിങ്ങൾ അവരെ വെറുപ്പിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തീർന്നില്ല, ഹദീസുകളിൽ കാണാം, അവിടുന്ന് 3 തവണ ആവർത്തിച്ചു പറഞ്ഞു, തീവ്രവാദികൾ നശിക്കട്ടെ, തീവ്രവാദികൾ തുലയട്ടെ. ഇസ്ലാമിലില്ലാത്ത നിയമങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മേലില്ലാത്ത ഏതെങ്കിലും ഭാരങ്ങൾ അടിച്ചേൽപ്പിച്ച് ഇസ്ലാം എന്ന് പറയുന്നത് അനുഷ്ഠിക്കാൻ സാധ്യമല്ലാത്ത ഒരു കാര്യമാണെന്ന് വരുത്തി തീർക്കുന്ന ആളുകൾ, അത് ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെയാണ് കണ്ടത്. ഇതൊക്കെ പറയുമ്പോ സഹോദരങ്ങളെ തെറ്റിദ്ധരിക്കരുത്. എന്ത്? ഇസ്ലാം വളരെ എളുപ്പമാണ്, മതം വളരെ മിതമാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ കാര്യങ്ങൾ ആരെങ്കിലും കർശനമായി ജീവിതത്തിൽ പാലിക്കുന്നുണ്ടെങ്കിൽ അവനെ ഇനി മുതൽ നമുക്ക് തീവ്രവാദിയാക്കാം, അവനെ ഇനി മുതൽ നമുക്ക് ഭീകരവാദിയാക്കാം എന്നാരും കാണരുത്, മനസ്സിലാക്കരുത്. ഇസ്ലാമിൽ ഉള്ള നിയമങ്ങൾ അനുഷ്ഠിക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. ഉള്ള നിയമങ്ങളിൽ അപ്പുറം അതിന് മറ്റു വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ട് ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന നിയമങ്ങളിലേക്ക് കൊണ്ടുപോകുന്നവരോടാണ് ഇസ്ലാം ഗൗരവത്തോടുകൂടെ താക്കീത് നൽകിയിട്ടുള്ളത്. അതല്ലാതെ ഒരാൾ കൃത്യമായി നെരിയാണിക്ക് മുകളിൽ അവന്റെ വസ്ത്രം കൃത്യമായി ധരിക്കുന്നു, നെരിയാണിക്ക് താഴെയായി പോകരുതെന്നവന് കർശനമായ തീരുമാനമുണ്ടെങ്കിൽ അവനെ നോക്കിയിട്ട് പോകുന്നത് കണ്ടോ ഒരു തീവ്രവാദി? അവന്റെ പാന്റ് കണ്ടില്ലേ, നെരിയാണിക്ക് എത്രയോ മുകളിലാണ്.
അവന്റെ തുണി ഉടുത്തത് കണ്ടില്ലേ, നെരിയാണിക്ക് എത്രയോ മുകളിലാണ്. അവന്റെ വസ്ത്രം പൊക്കി ഉടുത്തത് കണ്ടില്ലേ, സൂക്ഷിക്കണം, അവൻ തീവ്രവാദിയാണ്. അതല്ല ഇസ്ലാം ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അയാൾ അനുഷ്ഠിക്കുന്നത് അമിതത്വമല്ല, അത് തീവ്രവാദമല്ല. അത് അയാൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന എന്റെ മഹാനായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, നെരിയാണിക്ക് താഴെ തൂക്കി ഉടുക്കുന്ന വസ്ത്രം അത് നരകാഗ്നിയിലേക്കാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന കണിശത ഉൾക്കൊള്ളുന്നത് കൊണ്ട് അവൻ അതിൽ മിതമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നെരിയാണിക്ക് നീല വസ്ത്രം എടുത്തോലൊക്കെ തീവ്രവാദികൾ എന്ന് വിചാരിക്കണ്ട. അങ്ങനെ ആരൊക്കെയോ തെറ്റിദ്ധരിച്ചു പോയി. അള്ളാഹു നന്നാക്കട്ടെ. വേറെ കുറെ ആളുകൾ ഒരു പുരുഷൻ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള വേഷമായ താടി, ആ സമൃദ്ധമായ താടി അവൻ വളർത്തി, അവനെ കാണുമ്പോൾ മറ്റുള്ളവർ പോലും അവനെ ഒരു ഭീകരമായ രൂപത്തിൽ നോക്കുന്നു. ഇയാളൊരു തീവ്രവാദിയാണ്, ഉറപ്പാണ്. കാരണം താടി വടിക്കരുതെന്ന് ഇയാൾ പറയുന്നു. തീവ്രവാദന്റെ ഇയാൾക്ക് തീവ്രവാദമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്തിൽ നിന്ന് 16ഓളം ധാരാളക്കണക്കിന് കൽപ്പനകൾ വന്നിട്ടുള്ള വിഷയമല്ലേ ആ വിഷയം? അതൊരാൾ ജീവിതത്തിൽ കണിശമായി അയാൾ പാലിക്കുന്നുവെങ്കിൽ എന്തിന് അയാളെ തീവ്രവാദി എന്ന് വിളിച്ചാക്ഷേപിക്കണം? ഒരു മുസ്ലിം സ്ത്രീ നിന്റെ അലങ്കാരം നിന്റെ ഭർത്താവിന്റെ മുമ്പിലല്ലാതെ പ്രദർശിപ്പിക്കരുതെന്ന വിശുദ്ധ ഖുർആനിന്റെ കൃത്യമായ കൽപ്പന മാനിച്ചുകൊണ്ട് പർദ്ദ ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുവെങ്കിൽ അതാ ഒരു പർദ്ദ ധരിച്ച് പെണ്ണുപോകുന്നു, അവൾ ഭീകരവാദിയാണ്, തീവ്രവാദിയാണെന്ന് മനസ്സിലാക്കാമോ? ഒരിക്കലും പാടില്ല. അവളുടെ റബ്ബിന്റെ, ആ റബ്ബ് നിശ്ചയിച്ചയച്ച റസൂലിന്റെ നിയമങ്ങൾ പാലിക്കുന്നു എന്നേയുള്ളൂ. അതുപോലെ ഇസ്ലാമിന്റെ ഏതേത് നിയമങ്ങളാണെങ്കിലും ഇസ്ലാമിന്റെ നിയമങ്ങൾ കണിശമായി ജീവിതത്തിൽ പാലിക്കുന്നവരെ നോക്കിയിട്ട് അവനൊരു തീവ്രവാദിയാണ്, ഭീകരവാദിയാണെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ സൂക്ഷിക്കണേ പ്രിയമുള്ളവരെ, അത് ആരോപണം മാത്രമാണ്. അതേ അവസരത്തിൽ പിന്നെ എന്താ ഇസ്ലാം പറയുന്നത്? പിന്നെ എന്താ ഇസ്ലാം നിങ്ങൾ കഷ്ടപ്പെടുത്തരുത്, പ്രയാസപ്പെടുത്തരുതെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താ? ഇസ്ലാം പഠിപ്പിച്ച ഉള്ള നിയമങ്ങളെപ്പോലും ജനങ്ങളോട് പറയാതെ അവരോട് കർശനമായ നിലപാട് സ്വീകരിക്കുന്ന നയമാണ് ഇസ്ലാം തീവ്രവാദമായി കണ്ടിട്ടുള്ളത്. ഒരൊറ്റ സംഭവം നിങ്ങൾക്ക് മനസ്സിലാകാൻ ഉദാഹരണ സഹിതം ഞാൻ പറയട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാർ, പ്രവാചകൻ അവരുടെ കൂടെയില്ല, അവർ ദൂരയാത്രയിൽ ഒരു യാത്രക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. യാത്രാവേളയിൽ ഈ സഹാബിമാർക്കിടയിൽ ഒരു സഹാബിയുടെ തലയിൽ ഒരു വലിയ മുറിവ് പറ്റി. അദ്ദേഹത്തിന്റെ തലയിൽ ആഴത്തിലുള്ള ഒരു മുറിവുണ്ടായി എന്ന് മാത്രമല്ല അദ്ദേഹം